അപ്പൊ സുഹൃത്തുക്കളെ, ബസ്സൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് സമയത്ത് തന്നെ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അതെ അതെ. ഇപ്പോ 9 മണിക്കാണ്, 9:30ക്കാണ് പറഞ്ഞത്. കറക്റ്റ് 9:30ക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ മൂന്നാർ എത്തുന്നതാണ് പറഞ്ഞത്. 5:30 ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അതുല് ഞങ്ങളെ ടീം ലീഡറായ അജിത് സാറിന്റെ കൂടെയാണ് ഞങ്ങളെ ഇന്നത്തെ യാത്ര. അത് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ്. മൂന്നാറ് പ്രകൃതി രമണീയമായ സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ എനിക്കതൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം എന്നുള്ളത് എന്റെയും വലിയൊരു ആഗ്രഹമാണ്. സ്ഥലങ്ങൾ കാണാനും നമ്മള് കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ചെലവില് നമ്മള് എവിടെ പോവാ, മൂന്നാർ പോവാ, തിരിച്ചു വരിക എന്നതാണ് നമ്മളെ ഒരു പരിപാടി. അതിനെ കൊണ്ടാണ് നമ്മൾ KSRTC സെലക്ട് ചെയ്തത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മൂന്നാറിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് 7 മണിക്കൂറാണ് മൂന്നാറിലെത്താൻ വേണ്ടി ബസ്സിനെടുത്തത്. ഞങ്ങൾ വന്ന് KSRTCയിലാണ്. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ നമ്മളൊക്കെ മൂന്നാറിലെത്തുക, അവിടെ ചിലവഴിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിങ്ങനെ റൂമൊക്കെ ഇങ്ങനെ തപ്പി ഇറങ്ങിയതാട്ടോ. എവിടെയും റൂമൊന്നും കാണുന്നില്ല. അവിടെ ഒരു ഡീലക്സ് റൂം കാണുന്നുണ്ട്. ഇന്നലെ കോഴിക്കോട് നിന്ന് ബസ് എടുത്ത് എത്ര മണിക്കാന്ന് വെച്ചാൽ 9:30ക്കാണ്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ പുലർച്ചെ 5 മണിയാകുമ്പോഴത്തേക്കാണ് ഇവിടെ മൂന്നാറിലെത്തി. അതുകൊണ്ടാണ് ഇവിടെ ഒന്നായിട്ട് ഇരുടായി കിടക്കുന്നത്. ഇവിടെ നിന്നൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. രാവിലെ തന്നെ നല്ല തണുപ്പാണല്ലോ. നമ്മൾ കുറേ റൂമിലിങ്ങനെ നടക്കുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഭയങ്കര ചാർജാണ് പറയുന്നത്. 2500 രൂപ. ഇവിടെയൊക്കെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ റൂമേ കിട്ടാനില്ല ഇവിടെ ഒന്നും. കാരണം റൂം ഇഷ്ടം പോലെ ഉണ്ട്. ഓരോരുത്തർ വന്ന് ചോദിച്ച് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര ചാർജാണ് നമ്മളിന്ന് വാങ്ങിക്കുന്നത്. ഭയങ്കര ചാമ്പലാണ്. ഇത്രയൊക്കെ ചാർജ് നമ്മൾ നല്ലോണം അന്വേഷിച്ചിട്ട് റൂം എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ചാമ്പി വിടും അവർ. നമ്മൾ മൂന്നാറൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഡിപ്പോയിലാണ് നമ്മളെപ്പോഴും ഇറങ്ങേണ്ടത്. KSRTCൻ്റെ ഡിപ്പോ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് കുറേ റൂമുകളുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ റൂമുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എപ്പോഴും വരുമ്പോൾ ആ ഡിപ്പോൻ്റെ അടുത്ത് കുറേ റൂമുകളുണ്ട്. അങ്ങോട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കൊണ്ട് ആനേനെ ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മൂന്നാർ എന്തായാലും കുറച്ച് നടന്നു വന്നതിനെ കൊണ്ട് ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഈ 6 മണി വരെ 1800 രൂപ നമ്മൾ കയറി വന്ന് റൂം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമിന് ഒരു 3 പേർക്കും കൂടി പറയുന്നത് 1800 രൂപയ്ക്ക് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. 1800 രൂപയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ബാത്റൂമൊന്നും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെയാണ്. ഇവിടെ നമ്മൾ റൂം എടുത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ നമുക്ക് കറങ്ങാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഇവിടെ. ബ്ലോസം പാർക്ക്, ഫ്ലവർ ഗാർഡൻ, ഫോട്ടോ പോയിന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നമ്മൾ മെനക്കേട്ടാൽ വലിയ റേറ്റൊന്നും ഇല്ലാതെ നല്ല റൂം നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നെയ്റോസ്റ്റും ചായയും കുടിച്ചു. നെയ്റോസ്റ്റിന് ഇവിടെ 80 രൂപയാണ് ആയത്, ചായക്ക് 15 രൂപയാണ്. വലിയ റേറ്റൊന്നുമില്ല. ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഏകദേശം 15 കിലോമീറ്ററാണ് മൂന്നാറിൽ നിന്നും ഇരവികുളത്തേക്കുള്ളത്. ആ കാണുന്നതാണ് മൂന്നാർ ടൗൺ. അവിടെയാണ് നമ്മൾ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സൊക്കെ വരുന്നത്. അവിടെയാണ്. ആ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് നമ്മൾ നടക്കണം, എന്നാൽ നമുക്ക് ഇരവികുളത്തേക്കുള്ള ബസ് കിട്ടുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. മറയൂർ കാന്തല്ലൂർ ബസ് വരും, അതിന് കയറിയാൽ മതി. ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. നമ്മൾ ഇങ്ങനെ ബസ്സിനൊക്കെ കാത്തിക്കുമ്പോൾ ഓരോരുത്തർ വന്ന് ചോദിക്കും കേട്ടോ, അവിടെ കൊണ്ടുവച്ച് വിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുരുങ്ങിയ പൈസകളെന്നൊക്കെ. പക്ഷേ നമ്മൾ ചുരുങ്ങിയ ചിലവിലാണല്ലോ പോകുന്നത്. ബസ്സിന് പോകുന്നത് നല്ല വിചാരിച്ചു. പക്ഷേ സമയം എടുക്കും ബസ്സിന് പോവുകയാണെങ്കിൽ. മറ്റേ ഒരു ടൂർ പാക്കേജ് ഉണ്ട്, അതിലാകുമ്പോൾ പെട്ടെന്ന് പോയി വരാം. അപ്പോൾ പെട്ടെന്ന് പോകേണ്ടവർക്കൊക്കെ ഇങ്ങനെയുള്ള ടാക്സിയൊക്കെ വിളിച്ചിട്ട് പോകുന്നതായിരിക്കും നന്നാകുക. അല്ലെങ്കിൽ നമ്മൾ ബസ് മറയൂർ കാന്തല്ലൂർ ബസ് വരും, മറയൂരേക്കുള്ള ബസ് അല്ലെങ്കിൽ കാന്തല്ലൂരേക്കുള്ള ബസ്സിലെല്ലാം കയറിയിട്ട് നാഷണൽ പാർക്കിലേക്ക് നമുക്ക് പോവാം. പക്ഷേ ടൈം എടുക്കും, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമല്ലേ. സമയമുള്ളവർക്കൊക്കെ അങ്ങനെ പോകുന്നതല്ലേ. ഇരവികുളത്തേക്ക് നമ്മൾ വിചാരിച്ച പോലെ അധികം സമയത്തൊന്നും ബസ്സൊന്നുമില്ല. എന്നാലും അതിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു പാല് വിടുന്ന കിട്ടുന്ന ഒരു ബൂത്തുണ്ട്.
എത്ര രൂപയാ? ഏ? 1 ലിറ്റർ പാലിന് 60 രൂപ. ആ നമുക്ക് എത്രയ്ക്ക് വേണമെങ്കിൽ എടുക്കാം. 1 രൂപ തൊട്ട് എത്രയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് എടുക്കാം. പാത്രമായിട്ട് വരണം അല്ലേ? പാത്രമായിട്ട് പറഞ്ഞു. നമുക്ക് ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്. ആ ഡിസ്പെൻസറി കാർഡ്, ഡിസ്പെൻസറി QR, ക്യാഷ്. ക്യാഷ് QRും ക്യാഷ് ആണെങ്കിൽ ഇതിലിടണം. ആ 10 രൂപ തൊട്ട് ക്യാഷ് ക്യാഷ് അതിലിടണം. അപ്പോൾ നമുക്ക് കാർഡ് GPay വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കാർഡാണെങ്കിൽ കാർഡ് നമ്മൾ ഇതുപോലത്തെ കാർഡ് കൊടുക്കും. കാർഡ് അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ സ്കാൻ ചെയ്ത് കൊടുത്തിട്ട് ആ അത് സ്കാൻ ആവും. ആ 1 രൂപയുടെ ആ 1 രൂപ ഇട്ടാൽ നമ്മൾ 1 രൂപയ്ക്കാണ് 1 രൂപയ്ക്ക് പാൽ കിട്ടും. ഇരവികുളത്തേക്കുള്ള ബസ് എത്തിയിട്ടുണ്ട്. കാന്തല്ലൂർ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. KSRTCയിലാണ്. അതിന് മാത്രം ആളൊന്നും ഇല്ല കേട്ടോ. സീറ്റൊക്കെ കാലിയാണ്. അധികം ആളുകളൊന്നുമില്ല. മിൽക്ക് ബൂത്ത് നോക്കി ഇരിക്കുമ്പോഴത്തേക്കും ബസ് വന്നു. വേഗം ഓടി വന്നതിനെ കൊണ്ട് ബസ് കിട്ടി. ഇല്ലെങ്കിൽ അത് പോയാൽ പിന്നെ കുറേ സമയം പിന്നെയും കാത്തിരിക്കേണ്ടി വരും. മൂന്നാറിന് 33 റുപ്യാണ് ഇരവികുളത്തേക്ക് KSRTC ബസ് ഫെയർ വരുന്നത്. ഒരാൾക്ക് 33 റുപ്യാണ് വരുന്നത്. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ബസ് നേരെ ഇരവികുളത്തേക്ക് നീങ്ങി. അങ്ങനെ ബസ് നേരെ ഉദുമലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ബസ്സിന് ടിക്കറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ടിക്കറ്റ് ചാർജ് ഒക്കെ കണ്ടത്. വേറെ കാര്യം എന്താണെന്ന് അറിയോ? ക്യാഷ് ഒന്നും എടുക്കില്ല ഇവിടെ. ഒന്നുമില്ല കാർഡ് അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് മാത്രമുള്ള ഇവിടെ. അതുകൊണ്ട് ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കാർഡോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബസ് ടിക്കറ്റ് കിട്ടുള്ളൂ. നല്ല ക്യൂ ആണ്. ഞായറാഴ്ച അതിനെ കൊണ്ട് അല്ലെങ്കിൽ ഇത്രയൊന്നും ക്യൂ ഉണ്ടാകാൻ സാധ്യതയില്ല. ആ എന്താ തണുപ്പ്, നല്ല കോട മഞ്ഞ്. ഒരു ബസ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ബസ് കൊള്ളാനുള്ള ആളൊന്നും നയിക്കില്ല, അതിൽ കൂടുതലുണ്ടാവും. അങ്ങനെ നമ്മളെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അധികം നേരം ഒന്നും കാത്തിക്കേണ്ടി വന്നില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റ് കാത്തിക്കുമ്പോഴത്തേക്ക് തന്നെ ബസ് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും ഈ ബസ്സിനെ രാജമലയിലെത്താൻ. മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയും ചുറ്റുമുള്ള മലനിരകളിലൂടെയും നല്ല തണുത്ത കാറ്റേറ്റ് യാത്ര ചെയ്തതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴയും കൂടി ആയപ്പോൾ യാത്ര അടിപൊളി. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അതിനടുത്ത് തന്നെ കോഫിയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടുന്ന് കാപ്പിയും കേക്കും കഴിച്ച്, കേക്കിന് 60 രൂപയാണ് ആയത്, കാപ്പിക്ക് 30 രൂപയും. പിന്നെ നേരെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ വ്യൂ പോയിന്റിലേക്ക് നടക്കാനുണ്ട്. വഴിയരിയിലൊക്കെ വരയാടുകളൊക്കെ നിൽക്കുന്നത് കാണാം. ഇത് ശരിക്കും നീലഗിരി വരയാടുകളാണ്. ഇവ വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്നുണ്ട്. പിന്നെ ഈ വരയാടുകൾ പൊതുവെ ആർക്കൊന്നും ഒരു ഉപദ്രവവും ഉണ്ടാക്കാറില്ല. ചില സമയങ്ങളിലൊക്കെ ഇവയെ ഇവിടെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവ ഏതെങ്കിലും മലനിരകളിലേക്കൊക്കെ പോയി കളയും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ മനോഹരമായ കാഴ്ചയും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മൂടൽ മഞ്ഞും പച്ചപ്പും നിറഞ്ഞ ഈ പ്രദേശം ഇവിടെ വരുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നല്ല അനുഭവം സമ്മാനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ പിന്നെ വീണ്ടും വീണ്ടും ഇവിടെ വരാൻ തോന്നുന്ന ഒരു പ്രത്യേക സ്ഥലമാണിത്. ഇവിടെയാണ് നീലക്കുറിഞ്ഞി ഏറ്റവും കൂടുതൽ പൂക്കുന്ന സ്ഥലം. നീലക്കുറിഞ്ഞി അവസാനമായി പൂത്തത് 2018-ലാണ്. സാധാരണയായി 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. ഇനി അടുത്ത പൂക്കാലം എപ്പോഴാണെന്ന് വെച്ചാൽ 2030-ലാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമുക്കിവിടെ സമയം ചെലവഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പാർക്കിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 7000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടേക്കുള്ള യാത്ര മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. നല്ല കോടമഞ്ഞും ചെറിയൊരു ചാറ്റൽ മഴയും കൂടിയായപ്പോൾ യാത്ര ഗംഭീരമായി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വ്യൂ പോയിന്റിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. മഴയും മഞ്ഞും എല്ലാം കൂടി താമരത്തിലുണ്ട്. നല്ല കോടയും മഞ്ഞൊക്കെ ആയിട്ട് തണുപ്പ്, നല്ല തണുപ്പുണ്ട്. സൂപ്പർ സൂപ്പർ, നല്ല കോടയൊക്കെ ആയിട്ട് അടിപൊളി അടിപൊളി.